അവിടെ നമുക്കൊപ്പം അർജുൻ കല്യാണുണ്ട്, റോഷ്നി രാജനുണ്ട്. അപ്പോൾ റോഷ്നി രാജൻ, അർജുൻ കല്യാൺ ഗംഭീരമാണ്. ഇനി നമുക്ക് കലാപരിപാടിയിലേക്ക് വരാം. നമ്മൾ ഇതുവരെ കലവറയിൽ നിന്ന് ഇറങ്ങിയില്ല. ആളുകൾ വിചാരിക്കും ഇവർക്ക് തീറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പിള്ളേരുടെ കലാപരിപാടി വന്നാലും. എന്താ പരിപാടി അർജുൻ? ഇത് പൊളിക്കൂലേ? അരുൺ, ഇന്ന് മാത്രമല്ല ഇന്നലെയും ഇനി നാളെയും ഒക്കെ പൊളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കല അങ്ങനെ പൊളിച്ച് പൊടിപൂരമായി പോയി. കലവറയിലല്ല കാണാനിരിക്കുന്നത്, ദേ ഇവിടെയാണ്. കലാകാരന്മാരുടെ കുത്തൊഴുക്കാണ് അർജുൻ, അതിപ്രസരം എന്ന് പറയാം. മാത്രമല്ല ഗ്ലാമർ ഇനങ്ങൾ ഇന്നുണ്ട്. നമുക്ക് പഞ്ചവാദ്യത്തിൽ നിന്ന് തുടങ്ങാം. കാസർഗോഡ് പിള്ളേരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? തുടങ്ങിക്കോ. റോഷ്നി, ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? നമ്മൾ ഈ കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. ഈ കുഴല് വിളിക്കാൻ വേണ്ടി, കൊമ്പ് വിളിക്കാൻ വേണ്ടി മാത്രം എത്രമാത്രം സ്ട്രെയിൻ ഉണ്ടെന്ന് അറിയാമോ? വലിയ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ഊർജം വേണം. ശ്വാസം അങ്ങ് എടുക്കണം. നമുക്ക് നേരാവണ്ണം ശ്വാസം വിടാൻ തന്നെ പറ്റുന്നില്ല. അപ്പോഴാണ് കുഴൽ. ഇനി വേറൊരാളെ കൂടി പരിചയം. വാ, മുന്നോട്ട് വാ. ഇതാ കൂട്ടത്തിലെ ഒരു വനിതാ താരം. സാധാരണ കലോത്സവത്തിൽ മാത്രമാണ് ഇത്തരം വാദ്യമേളങ്ങളിലൊക്കെ വനിതകളുടെ, പെൺകുട്ടികളുടെ ഒക്കെ ഒരു സാന്നിധ്യം കാണാൻ വേണ്ടി കഴിയും. അടിപൊളിയാണ്. ഒരേ ഒരു പെൺതരി ആണെങ്കിലും നമ്മൾ കരുത്തരാണ് അല്ലേ? അന്ന് കാണിച്ചേ. അതാണ്. അപ്പൊ ഉഷാറായി. അർജുൻ തീരുന്നില്ല. നമ്മുടെ കലാകാരന്മാരെ കാത്തു നിൽക്കുകയാണ്. ദേ അടുത്ത മിടുക്കലിലേക്ക് പോവുകയാണ്. ഹായ്, പേര് പറയൂ. ഗിത്താറല്ലേ? മത്സരം കഴിഞ്ഞു ഇന്നലെ. പോട്ടി പാറിച്ചോ? ഗ്രേഡ് കിട്ടില്ലേ? കിട്ടി. അതാണ്. അപ്പൊ നമുക്ക് കണ്ടാലോ നേരെ? യെസ്. മത്സരം എങ്ങനെയായിരുന്നു? നല്ലോണം നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. കഴിഞ്ഞ വർഷക്കാരിലും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ ഒന്ന് എടുത്തു പറയേണ്ടത് സൗണ്ട് സിസ്റ്റം തീരെ പോരാ. നമ്മുടെ അടുത്ത് സഹകരിക്കാനായിട്ട് അവർക്ക് ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ചില ഗിറ്റാറിന് സൗണ്ട് ഇല്ല, ചില ഗിറ്റാറിന് സൗണ്ട് ഉണ്ട്, ചിലപ്പോൾ സൗണ്ട് കൂടും. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു. ഗിറ്റാറിന് പ്രത്യേകിച്ച് വേണ്ട നല്ല സൗണ്ടാണ്, അത് തീരെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അതിജീവിച്ചാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അതെ, എന്തായാലും നമുക്ക് ആൾക്കാരോട് ശ്രദ്ധ. അതെ. അപ്പൊ ഇനി മറ്റെന്തെങ്കിലും മത്സരത്തിൽ മത്സരിക്കുന്നുണ്ടോ? ഇനി പരിചയമുട്ടും കൂടി ഉണ്ട് 17-ാം തീയതി. പരിചയമുട്ട്, അതായത് ഇതില് മാത്രമല്ല പരിചയമുട്ടിലും ആള് സ്റ്റാറാണ്. എല്ലാവരും ഉഷാറാണ് അർജു. പണ്ടത്തെ പോലെയല്ല, പണ്ട് മോശമല്ല. ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂര്, തൃശ്ശൂര്, ഈ പൂരനഗരിയിൽ ഈ കലോത്സവം നടക്കുന്ന സമയത്ത് തൃശ്ശൂരും ഒട്ടും വിട്ടുകൊടുക്കുക. കഴിഞ്ഞ പോലത്തെ ചാമ്പ്യന്മാർ കൂടിയാണ്. ഇപ്പത്തെ പോയിന്റ് നില എന്ന് പറയുന്നതിന് കഴിഞ്ഞ പോലെ ആദ്യം കണ്ണൂരാണ്. കഴിഞ്ഞ വർഷം 3-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ കഴിഞ്ഞ വർഷം കപ്പടിച്ച തൃശ്ശൂർ ഇപ്പൊ 3-ാം സ്ഥാനത്താണ്. പക്ഷെ എല്ലാം മാറി മറിയ അർജുൻ. രണ്ടാമത്തെ ദിവസം തീർച്ചയായും കൂടുതൽ കലാപ്രതിഭകളുമായി വരിക. പ്രേക്ഷകരെ അവർക്ക് പരിചയപ്പെടുത്താം. അവരുടെ കലാ മികവുകളും അവരുടെ പ്രതിഭയും പ്രേക്ഷകർ തിരിച്ചറിയട്ടെ. വേദികളിൽ നിന്നുള്ള വിവരങ്ങളുമായി അല്പസമയത്തിലുള്ള വാർത്താ സംഘം വീണ്ടും കലോത്സവ നഗരിയിൽ നിന്നും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അപ്പോൾ